നമസ്കാരം. SKV വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമായ ഒന്നാണ് ജലം. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ വെള്ളത്തെ ജീവജലം എന്ന് വിശേഷിപ്പിച്ചത്. പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരും മറ്റും കിണറ്റിൽ നിന്നും അരുവികളിൽ നിന്നും നേരിട്ട് വെള്ളം കുടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ധാതുക്കളാലും ലവണങ്ങളാലും സമ്പുഷ്ടമായ പ്രകൃതി നേരിട്ട് നൽകിയിരുന്ന ആ ശുദ്ധജലം മനുഷ്യ ശരീരത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയതായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് സാഹചര്യങ്ങളാകെ മാറി. എങ്കിലും ലഭ്യമായ ജലം എങ്ങനെ ശരിയായ രീതിയിൽ കുടിക്കാമെന്നും അത് നമ്മുടെ ശരീരത്തിന് എത്രത്തോളം പ്രധാനമാണെന്നും നമുക്കൊന്ന് നോക്കാം. ജീവജലം ശരീരത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ 70% ജലമാണ് എന്നുള്ളതാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം വെറും ഒരു ദാഹം തീർക്കൽ മാത്രമല്ല, പ്രകൃതിദത്തമായ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കളും ലവണങ്ങളും നമ്മുടെ ഹൃദയത്തിൻ്റെയും വൃക്കകളുടെയും പ്രവർത്തനത്തിന് അത്യാവശ്യമാണ്. ശരീരത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്ത് രക്തം ശുദ്ധീകരിക്കാൻ ധാരാളം വെള്ളം കുടിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്ന ക്ഷീണം ശരീരത്തിലെ ജലാംശം കുറയുന്നത് കൊണ്ടാണ്. കൃത്യമായ അളവിൽ വെള്ളം കുടിക്കുന്നത് വഴി ശരീരത്തിന് നല്ല ഉന്മേഷം ലഭിക്കുന്നു. വെള്ളം കുടിക്കുമ്പോൾ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. അതായത് എന്നും രാവിലെ വെറും വയറ്റിൽ 2 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുവാൻ ശ്രദ്ധിക്കണം. വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും നിന്ന് ഒറ്റ വലിക്ക് കുടിക്കാതെ ഇരുന്ന് കുടിക്കണം. അതും സിപ്പായി പതിയെ പതിയെ വെള്ളം കുടിക്കുക. ഉമിനീരുമായി കലർത്തി വേണം വെള്ളം ഇറക്കാനായിട്ട്. ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് ദഹന പ്രക്രിയയെ സുഗമമാക്കുന്നുണ്ട്. അതുപോലെ ഭക്ഷണത്തിന് തൊട്ടു മുൻപോ ഭക്ഷണത്തിന് ശേഷം ഉടനടിയോ വെള്ളം കുടിക്കരുത്. ഭക്ഷണത്തിനോടൊപ്പവും വെള്ളം കുടിക്കരുത്. ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും തമ്മിൽ ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും ഇടവേള നൽകുവാൻ ശ്രദ്ധിക്കണം. ഇത് പോഷകങ്ങൾ ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യുവാൻ ശരീരത്തെ സഹായിക്കും. വേണ്ട രീതിയിൽ വെള്ളം കുടിക്കാതിരുന്നാലുള്ള ദോഷഫലങ്ങൾ എന്തെന്ന് നമുക്ക് ചെറുതായി ഒന്ന് കണ്ടു നോക്കാം. പലപ്പോഴും തലവേദനയും ഏകാഗ്രതക്കുറവും വരുന്നത് ജലാംശം ശരീരത്തിൽ കുറയുന്നത് കൊണ്ടാണ്. തലച്ചോറിലെ കോശങ്ങൾക്ക് ജലാംശം വേണ്ട രീതിയിൽ ലഭിക്കാതിരിക്കുമ്പോഴാണ് ഈ തലവേദന അനുഭവപ്പെടുന്നത്. ജീവജലം കൃത്യമായ അളവിൽ കുടിക്കാതിരിക്കുന്നത് ചർമ്മ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ചർമ്മം വരണ്ടു പോകാനും പ്രായക്കൂടുതൽ തോന്നിക്കുവാനും ഇത് കാരണമാകും. ജലത്തിൻ്റെ അപര്യാപ്തത മൂലം മാലിന്യങ്ങൾ കൃത്യമായി പുറന്തള്ളാൻ കഴിയാതെ വരുമ്പോൾ വൃക്കകളിൽ കല്ല് രൂപപ്പെടുന്നതിനും ഇത് കാരണമാകാം. ശുദ്ധമായ ജലം അനിവാര്യമായ അളവിൽ കുടിക്കുന്നത് ശീലമാക്കുക. പണ്ടത്തെ പോലെ അരുവികളിൽ നിന്ന് നേരിട്ട് കുടിക്കുവാൻ ഇന്ന് സാഹചര്യം ഇല്ലെങ്കിലും സാധിക്കുന്നിടത്തോളം ജീവജലം തന്നെ കുടിക്കുക. അതായത് നേരിട്ട് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ജലം കുടിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നല്ലൊരു ആരോഗ്യ ജീവിതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.